ഹേ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാ അമ്മമാരുടെ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറക്കാനായി. ഇനി ഈ ഒരു വീട് ഞാൻ ഇട്ടിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കുറെ കാരണങ്ങളാൽ ഇന്ന് എടുക്കാൻ നാളെ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ മൊത്തത്തില് ഭയങ്കര ബിസി ആയിപ്പോയി. അങ്ങനെ എടുക്കാൻ പറ്റാതിരുന്നു. അപ്പൊ എനിക്കൊരു 2-3 മിനിറ്റ് വീഡിയോന്റെ അകത്ത് ഇതെല്ലാം കൂടി കാണിച്ച് നിർത്തണം എന്നുള്ളൊരു ഇതുണ്ട്. കാരണം ഏതെങ്കിലും ആൾക്കാർക്ക് ഇനി ലിങ്ക് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. എല്ലാത്തിന്റെ ലിങ്ക് എന്താണ് ഡിസ്ക്രിപ്ഷനിൽ കാണും. അപ്പൊ നമ്മളിപ്പോ കാണാൻ പോകുന്നത് ബാക്ക് ടു സ്കൂൾ പ്രോപ്സ് ആണ്. അപ്പൊ എന്റെ 2 കുട്ടിപ്പട്ടാളത്തിനായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കാണാം. ആദ്യം തന്നെ നമുക്ക് സ്കൂൾ ബാഗ് കാണാം. എന്റെ 2ാമത്തെ സന്തതിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ബാഗ് എന്ന് പറയുന്നത് യൂണിക്കോൺ തീമിലാണ് വാങ്ങിയിട്ടുള്ളത്. 2 റോ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അവൾക്ക് അതിന്റെ ആവശ്യമേ ഉള്ളൂ. അവളുടെ ബാക്കി ബുക്കെല്ലാം സ്കൂളിലാണ് സ്റ്റോർ ചെയ്യണത്. പിന്നെ 2ാമത് അവന് 2 പേരുടേതും 3D ബാഗ് തന്നെയാണ് കേട്ടോ. ഒരു ഡൈനോസർ തീമിലാണ് വാങ്ങിയിട്ടുള്ളത്. സത്യത്തിൽ ഞാൻ എപ്പോഴും ഇപ്പോ ബാഗ് ഡൈനോസർ തീം ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാ പ്രോപ്സും ഡൈനോസർ തീമിൽ വാങ്ങിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ഇത്തവണ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. ഓൾമോസ്റ്റ് ഒക്കെ ഒരു മാച്ചിങ് അങ്ങനെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. 2 ലഞ്ച് ബോക്സ് ആണ്. ഫസ്റ്റ് ഇത് വന്നിട്ട് ഞാൻ കണ്ടാലേ എനിക്ക് ആരുടേതാണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇത് വന്നിട്ട് എന്റെ മോളുടെ ലഞ്ച് ബോക്സ് ആണ് കേട്ടോ. ഇതിന്റെ എല്ലാം ഞാൻ കറക്റ്റ് ആയിട്ടുള്ള വീഡിയോസ്, അതായത് ഫുൾ വ്യൂ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം ഫുൾ വ്യൂസിന് ഇതാണ് എന്റെ മൂത്ത പുത്രന് വേണ്ടിയിട്ടുള്ളത്. അപ്പം അവൾക്ക് പിങ്ക് വാങ്ങിയപ്പോ അവന് ഞാൻ ബ്ലൂ വാങ്ങി. അപ്പൊ ഇത് 2 പേരുടെയും വാട്ടർ ബോട്ടിൽസ് ആണ്. അവന്റെ അത് ഞാൻ അവഞ്ചർ തീമിലാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഹൾക്കിനൊരു പച്ച ഉള്ളത് കൊണ്ട് ബാഗിൽ വെക്കുന്ന മാച്ച് ആയിട്ടുണ്ടാവും. പിന്നെ ഇത് ഞാൻ പിങ്ക് കളറാണ് ഓർഡർ ചെയ്തത്. ആദ്യം എനിക്ക് വന്നത് ഒരു ബ്രൗൺ കളറാണ്. അത് കൊള്ളത്തില്ലായിരുന്നതുകൊണ്ട് ഞാൻ പിങ്കിന് വേണ്ടിയിട്ട് റിട്ടേൺ അടിച്ചു. അപ്പൊ വന്നത് ബ്ലൂ ആണ്. പിന്നെ അവള് പറഞ്ഞു മാറ്റണ്ട അമ്മ, ഇത് മതി എന്ന് പറഞ്ഞു. ലീക്കേജ് ഒന്നും ഇല്ല. നമ്മളിങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ലീക്കാവും. പിന്നെ ഇത് നമുക്ക് കയ്യിൽ കൊടുത്തു വിടാനോ അല്ലെങ്കിൽ ബാഗിനകത്ത് വെച്ച് കൊടുത്തു വിടാനേ പറ്റുള്ളൂ. ലഞ്ച് ബാഗിലൊന്നും വെക്കാൻ പറ്റത്തില്ല. വലിയൊരു ബോട്ടിലാണ്, പക്ഷെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ. സ്നാക്സ് ബോക്സിനായിട്ട് 2 പേർക്കും ഒന്ന് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. അതിന്റെ എല്ലാം ഫുൾ വ്യൂസ് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇത് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഒരു ബർഗർ ഷേപ്പിന് വരുന്ന സ്നാക്സ് ബോക്സ് ആണ് കേട്ടോ. കുഞ്ഞ് ഫോർക്കും ഇതൊക്കെ ഉണ്ട്. നല്ല രസമല്ലേ? ഇത് 2 പേർക്കും സെയിം ആണേ. അടയ്ക്കാൻ ഒരു പാടുപെടുവോ എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ചോപ്പ് സ്റ്റിക്ക് ഒക്കെ വരുന്നുണ്ട്. ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല ഇതുവരെയും. പൊട്ടിച്ച് ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ടിലും ചോപ്പ് സ്റ്റിക്കും ഫോർക്കും ഒക്കെ വരുന്നുണ്ട്. എന്നാലും ലോങ് ആയിട്ട് നേരെ ഞാൻ കറക്റ്റ് വ്യൂ കാണിച്ചു തരാം. റൈസേഴ്സ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ പെൻസിലൊന്നും ഞാൻ ഇത്തവണ അധികം വാങ്ങിയിട്ടില്ല. കഴിഞ്ഞ വർഷം വാങ്ങിയ ഒരുപാട് പെൻസിൽസ് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെൻസിലൊന്നും വാങ്ങിയില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ല സ്മെല്ലോട് കൂടിയ ഫ്രൂട്ടിന്റെ ഇതിനകത്ത് 3D എഫക്റ്റ് ആണ് കേട്ടോ ഫ്രൂട്ടിന്റെ. അങ്ങനത്തെ 3 റൈസറും ഇതുപോലത്തെ 3 റൈസറും വാങ്ങിയിട്ടുണ്ട്. ഇത് മൊത്തം 3 കാരണം മോക്ക് സ്കൂളിൽ അവിടെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവൾക്ക് അവിടെ വെച്ചേക്കണം റൈസർ. അപ്പൊ അവൾക്ക് വേറെ റൈസറാണ്. ഇപ്പൊ ട്യൂഷനൊക്കെ പോകുമ്പോ ഒറ്റ യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. അങ്ങനെ 3 റൈസറുണ്ട്. ഇനി ഫൈനലി എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളത് ഷാർപ്പനറാണ്. സ്പൈഡർമാൻ തീമിൽ വരുന്ന ഷാർപ്പനറാണ്. അപ്പൊ ഇതിന്റെ എല്ലാ ലോങ് വീഡിയോ ഞാൻ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂസ് ഞാൻ കൊടുത്തേക്കാം. അപ്പൊ ഇതിന്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഏതൊക്കെ വേണമെന്നുണ്ടെങ്കിലും ചെക്ക് ചെയ്തൊക്കെ മറക്കണ്ട. മാത്രമല്ല ഞാൻ സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ടാണ് ലോങ് വീഡിയോ ഇടാനായിട്ട് മടിച്ചിരുന്നത്. പിന്നെ നോക്കിയപ്പോൾ 100 സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ പോലും ഇഷ്ടംപോലെ ലോങ് വീഡിയോസ് ഇടുന്നുണ്ട്. എന്റെ ഒരു ചാനലിൽ പോയി 2ാമത്തെ ചാനലൊക്കെ ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക്. അപ്പൊ സാധനങ്ങളെല്ലാം ഞാൻ എനിക്ക് കാണിക്കാൻ മറന്ന വേറൊരു സാധനമുണ്ട്. 2 പേരുടെ ലഞ്ച് ബാഗ് വരുന്നത് ഇങ്ങനെയാണ് വരുന്ന ലഞ്ച് ബാഗ്. ഇത് സ്പൈഡർമാൻ തീമിന് അല്ല ഡൈനോ തീമിന് കിട്ടിയിട്ടുണ്ട്. ഇത് 2 നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിക്ക്, മുകളിലും താഴെയും നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിക്കാണ് ഇത് വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത് ഇവളുടെ ലഞ്ച് ബാഗാണ്. കാരണം ഈ കൊച്ചിൻ്റെ അത് എന്ന് ചരിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ അലൂമിനിയം ഫോയിൽ കവർ ചെയ്തിട്ടുള്ള ഒരു ലഞ്ച് ബാഗാണ് കേട്ടോ ഞാൻ മോക്ക് വാങ്ങിയിട്ടുള്ളത്. ഇത് ഇങ്ങനെ തന്നെ വെച്ച് അടയ്ക്കണം. എന്നിട്ട് ഇങ്ങനെ തൂക്കിയാലും ചരിഞ്ഞൊന്നും പോകത്തില്ല. അങ്ങനത്തെ ഒരു ലഞ്ച് ബാഗ് തന്നെയാണ്. അപ്പൊ എല്ലാത്തിന്റെയും ഡീറ്റെയിൽ വീഡിയോസ് കാണും. നിങ്ങൾ നമ്മളെ വീഡിയോസ് എല്ലാം പോയി കാണണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വീഡിയോ ഇടാനുള്ള പ്രചോദനം. ബൈ.